ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. ഇത് നമുക്കൊരു കുഞ്ഞു ടോക്കാവാം കേട്ടോ. അത് നിങ്ങളോട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഈ ഒരു യൂട്യൂബേഴ്സ് എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നതും അവരുടെ റിയൽ ആയിട്ടുള്ള ജോബ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പം എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾ ചിന്തിക്കാം. കാര്യമുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ചില കമൻസുകൾ ഞാൻ കാണുന്നുണ്ട്. കുറച്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വയനാട് ഡിസാസ്റ്റർ, നമ്മുടെ മലയിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ നമുക്കൊന്നൊക്കെ പറയാം, ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം. ഇതിന് ശേഷം ഇതിന് ശേഷം ഞാൻ പലരുടെയും വീഡിയോസിന് താഴെ കാണുന്ന ഒരു കമൻറ്റാണ്, നിങ്ങൾക്ക് നാണമില്ലേ ഈ സമയത്ത് വന്നിട്ട് വീഡിയോ ചെയ്യാൻ? അവിടെ വയനാട്ടിൽ അത്രയും ആൾക്കാർ അവിടെ ദുരിതം അനുഭവിക്കുന്നു, അപ്പോൾ നിങ്ങൾ വന്ന് ഡാൻസ് ചെയ്യുന്നു, നിങ്ങൾ വന്ന് പാട്ട് പാടുന്നു, നിങ്ങൾ അത് ചെയ്യുന്നു, ഈ ഒരു സമയത്ത് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു നാണവും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ ലെവലിൽ ഈ ഒരു കൈൻഡ് ഓഫ് ടോക്ക് വെച്ചിട്ട് പല ആൾക്കാർ വന്നിട്ട് ഓരോരുത്തരുടെ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനെപ്പറ്റി ചിലർ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാറുണ്ട്, ചിലർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ട് അന്നൊക്കെ ഞാൻ കാണുമ്പോൾ ആദ്യമൊക്കെ ഞാൻ കാണുമ്പോൾ ഞാൻ ഓക്കെ അവരുടേതായ കാര്യങ്ങൾ എന്തെങ്കിലും പറയട്ടെ എന്നുള്ള ലെവലിൽ. എന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നെ ഇതുവരെ ആരും ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് ആളുകൾക്ക്, അത് വ്യൂവേഴ്സിന്. അതൊന്ന് മാറ്റാലോ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ വന്നത്. കാരണം ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. സോഷ്യൽ മീഡിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണ, ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണയെ മാറി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയാമെന്ന് വെച്ചത് കേട്ടോ. സോ മിക്കവരും തന്നെ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്തെങ്കിലും വന്ന് ഒരു മറുപടി കൊടുത്തിട്ട് പോകുള്ളൂ. പക്ഷേ ശരിക്കും എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ആ ഒരു സമയത്ത് വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും പറയുന്നുണ്ടാവില്ല. അപ്പം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഓരോ വീഡിയോസിന് താഴെ ഞാൻ കമൻറ്റ് കണ്ടെങ്കിലും എനിക്ക് പ്രതികരിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പം കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കിയപ്പം ഞാൻ ഒരു പേജ്, ആ പേജിൽ അവരിങ്ങനെ ഡ്രസ്സിൻ്റെ സെയിൽ, ഓൺലൈൻ സെല്ലിങ് നടത്തുന്ന ടീമാണ്, കുർത്തികളുടെയൊക്കെ. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ കണ്ടപ്പം ആ ഒരു വീഡിയോ ഞാനിങ്ങനെ കണ്ടപ്പോൾ അതിനകത്ത് അവർ പ്രൈസ് നോട്ട് ചെയ്തിട്ടില്ല. സ്ക്രീനിൽ പ്രൈസ് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ കമൻറ്റ് ബോക്സിൽ നോക്കാമല്ലോ എത്ര റേറ്റ് എന്നുള്ളത് നോക്കാമല്ലോ കയറി കമൻറ്റ് ബോക്സ് ഞാൻ നോക്കാൻ നേരത്ത് അവിടെ കിടക്കുന്ന ഈ ഒരു കമൻറ്റ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്നത്, വയനാടുകാരെ അനുഭവിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനക്കെട്ടി സമ്മതിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ്. അങ്ങനെ ആ ഒരു ലെവലാണ്. കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ പോലെയല്ല, പക്ഷേ ആ ഒരു ലെവലിലൊരു കമൻറ്റാണ്. അന്നേരപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കെ എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചേക്കാം, എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഏറ്റവും എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ ഈ റീൽസ്, ഒരാൾ ഒരു വീഡിയോ ഡാൻസിൻ്റെ വീഡിയോ ഇട്ടു, ഒരാളൊരു പാട്ടിൻ്റെ വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ അവർ ഇടുമ്പോഴാണല്ലോ ഇവർ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോഴാണല്ലോ ഇവർക്ക് വയനാട്ടിനോടുള്ള സ്നേഹം അതിയായിട്ട് ഇങ്ങനെ കൂടി വരുന്നത്. ഈ പറയുന്ന മനുഷ്യന്മാർ, ഈ കമൻറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ ഈ മൊബൈൽ എടുത്ത് പിടിച്ച് ഇത് കുത്തിപ്പിടിച്ച് അതിനകത്ത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ റീൽസ് എല്ലാം കണ്ടുകൊണ്ടാണ് ഇവർ ഇതിനെപ്പറ്റി കുറ്റവും കൂടെ പറയുന്നത്. അത്ര വിഷമമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കാതിരിക്കുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഓപ്പൺ ചെയ്യാതെ ഇരിക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങൾ ഓപ്പൺ ചെയ്യാതിരിക്കുക. അതൊന്നും പറ്റൂല. ഇവർക്ക് യൂട്യൂബിലെ എല്ലാ പരിപാടിയും കാണുകയും ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലെല്ലാം കുത്തിയിരുന്ന് കാണുകയും വേണം, എന്നാൽ ഇത് ചെയ്യുന്നവരെ കുറ്റം പറയാൻ വേണം. അത്ര ആത്മാർത്ഥമായ സ്നേഹമുള്ളവരാണെങ്കിൽ ആ മൊബൈൽ എടുക്കരുത്, ആ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ നിൽക്കരുത്. ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്കറിയാം എന്തായാലും ആൾക്കാർ അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും വീഡിയോസ് റീൽസ് ഇടുന്നതും ഒക്കെയുള്ള സംഭവങ്ങൾ, സ്റ്റോറീസ് ഇടുന്നതും ഒക്കെയുള്ളത് നിങ്ങൾക്കറിയാം. ഇത് അറിയാവായിട്ടും കൂടെയും നിങ്ങൾ അതിനകത്ത് കയറുന്നു, എന്നിട്ട് മറ്റുള്ളവർ ചെയ്തതിനെ പറ്റി വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾക്ക് അവരെ കുറിച്ച് ഒരു വിഷമമില്ലേ? എന്ത് വിഷമം കൂടിയതുകൊണ്ടാണെന്ന് തോന്നി ഇവർ ഫോണിലൊക്കെ എടുത്തിട്ട് ഇവർ ഈ പറയുന്ന പരിപാടികളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ത് ചോദിക്കട്ടെ, ഞാനൊരു വയനാടുകാരിയാണ്. എനിക്ക് വയനാട്ടിൽ സംഭവിച്ചു ഓർത്തിട്ട് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ, ഓൾമോസ്റ്റ് എല്ലാവരും അതിനെ വിട്ടു. ഇനി ഒരു സമയത്ത് അർജുനെ പറ്റിയിട്ടായിരുന്നു. അർജുൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം വയനാട്ടിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അർജുനെ ഓൾമോസ്റ്റ് എല്ലാവരും മറന്നു. അർജുൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എത്ര പേര് സംസാരിക്കുന്നുണ്ട്, എത്ര പേര് ഓർക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓർക്കും അർജുൻ എന്തായിരിക്കും, അർജുൻ്റെ ഫാമിലിയെ പറ്റി. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും, അയ്യോ കുഞ്ഞു മോനായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ എത്രയോ ആൾക്കാരിരുന്ന് അതിനെപ്പറ്റി അത് മറന്നുപോയി. ഇപ്പോൾ എല്ലാവരും വയനാട്ടിന് പുറകെയായി. ഇപ്പോൾ വയനാട് ഇത്രയും ദിവസമായി, ഇനിയിപ്പോൾ തെരച്ചിൽ വേണോ വേണ്ടയോ എന്ന് പോലും തീരുമാനമാവുന്നില്ല. എവിടെ പോയി തിരയണമെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം ഇത്രയും മലയിടിച്ചിൽ വന്നതാണ്, അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഉള്ളതെന്ന് അറിയത്തില്ല. എന്തെന്ന് വെച്ചിട്ടാണ് അവർ സെർച്ച് ചെയ്യുക. ഇനി ഇഷ്ടംപോലെ ഡെഡ് ബോഡീസ് കിട്ടാനുണ്ട്, 100 സംതിങ് അങ്ങാണ്ട് ബോഡീസ് ഇനിയും കിട്ടാനുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ സംഭവം നടക്കുമ്പോഴും
ഈ പറയുന്ന ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ എന്നും കരുതിക്കൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു ദിവസത്തെ ജോലി വേണ്ടാന്ന് കരുതി ഇതിൻ്റെ പുറകെ നടക്കാറുണ്ടോ? വയനാട്ടിൽ ഇങ്ങനെ സംഭവിച്ചതല്ലേ, എന്നാൽ ഞാനിന്ന് ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ദുഃഖം ആചരിച്ചുകൊണ്ടിരിക്കാറുണ്ടോ? ഇല്ല. ഞാൻ പറയാം, ഞാൻ ഇവിടെ എല്ലാ ദിവസവും ഈ സ്കൂട്ടറിൽ മീൻ വിൽക്കുന്ന ചേട്ടനുണ്ട്. ആ ചേട്ടൻ ആ ഡിസാസ്റ്ററിൻ്റെ പിറ്റത്തെ ദിവസം തൊട്ട് ആ ചേട്ടനോട് മീൻ വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ ചേട്ടൻ്റെ ജോലിയാണ്. ആ ചേട്ടൻ പണിയെടുത്തെങ്കിൽ ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് വരുമാനം കിട്ടത്തുള്ളൂ. അതുപോലെ പാല് വിൽക്കുന്നവർ, ഇത് വയനാട്ടിൽ ഇങ്ങനെ സംഭവിച്ചെന്നും കരുതിക്കൊണ്ട് ഡയറക്റ്റായിട്ട് ഈ സംഭവമായിട്ട് ഈ ബന്ധമില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കാണുന്നവർ കാഴ്ചക്കാർ മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണികൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ടല്ലേ നടക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വീടുകളിൽ കൊണ്ടിടുന്നവർ, അവരുടെ പണി ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. അവർക്കത് ചെയ്തെങ്കിൽ അവർക്ക് അതിൻ്റെ ക്യാഷ് കിട്ടത്തുള്ളൂ, എങ്കിൽ അവരുടെ വീട്ടിലോട്ട് വരുമാനം കിട്ടത്തുള്ളൂ, അരി വാങ്ങാൻ പറ്റത്തുള്ളൂ. അതുപോലെ ബാങ്കിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, വയനാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചു എന്ന് കരുതിക്കൊണ്ട് അവരവരുടെ പണി ചെയ്യാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഓഫീസിനൊക്കെ ലീവ് കൊടുത്തിട്ട് അവരവരുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് അവരുടെ ഓഫീസിലെല്ലാം അവർ കൃത്യമായിട്ട് പോയി അവിടെ എല്ലാം ചെയ്തതിന് ശേഷമാണ് അവരെ ഇരിക്കുന്നത് അല്ലേ? പക്ഷെ സോഷ്യൽ മീഡിയയിലുള്ളവർ മാത്രം ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതെന്താ? സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് കൊമ്പുണ്ടോ? അവർ ചെയ്യുന്നത് ഒരു ജോലിയല്ലേ? ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ഒരു വീഡിയോ ഷെയറിങ് കമ്പനിയാണ്. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയാണ് നമ്മൾ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത്. അതിൽ കുറേ പേര് എസ്റ്റാബ്ലിഷ്ഡ് ആവും, കുറേ പേര് ബിഗിനേഴ്സ് ആയിരിക്കും. അപ്പം മോണിറ്റൈസേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ടാണല്ലോ എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്. മോണിറ്റൈസേഷൻ സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിലൊരു അൽഗോരിതം ഉണ്ട്. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദിവസവും നമ്മൾ വീഡിയോ ചെയ്താലാണ് അവർക്ക് ഒന്നും കൂടെ സെർച്ച് ലിസ്റ്റിലൊക്കെ അവർ നമ്പർ കൊടുത്താൽ. ഈ SEO എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് യൂട്യൂബിനകത്ത്. അത് ഇങ്ങനെ കുറേ കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോസിന് വ്യൂസ് ഉണ്ടെങ്കിലോ ലൈക്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലോ ഒക്കെയാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അതിന് നമ്മൾ തന്നെ അധ്വാനിക്കണം. നമുക്കവിടെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ചിലർ മാത്രമേ പാർട്ട് ടൈം ആയിട്ട് ഇപ്പോൾ കൊണ്ട് നടക്കുന്നുള്ളൂ. അത് അവർക്ക് വേറൊരു പ്രൊഫഷൻ, അവർക്ക് ജോലി ഉണ്ടാവും. ആ കൂട്ടത്തിൽ 1-2 ദിവസം അവർ യൂട്യൂബിൽ ഒരു ഫൺ എന്നുള്ള ലെവലോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്ന ലെവലോ അവർ വന്ന് വീഡിയോ ചെയ്തിട്ട് പോകുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാരും ഇതൊരു പെർമനൻറ്റ് ജോബായി അല്ലെങ്കിൽ ഫുൾ ടൈം ജോബായിട്ട് കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള വരുമാനം, അവർക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം വേറെ ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് ഈ ഒരു ഇൻകമാണ് ഉള്ളത്. അപ്പം അതിനകത്തോട്ട് പോയിട്ട് അവർക്ക് കൃത്യമായിട്ട് വീഡിയോസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. അവരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ആ കമ്പനിക്ക് ഒരു അൽഗോരിതം ഇല്ലേ, അവർ എല്ലാ ദിവസവും ഇന്ന സമയത്ത് നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്യുക, കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളത് മെയിനായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക, എല്ലാ ദിവസവും ഇന്ന സമയത്ത് തന്നെ ദിവസവും ചെയ്യുക. ഇപ്പം വൈകുന്നേരം ഒരു 7 മണിക്കാണ് വീഡിയോസ് പബ്ലിഷ് ചെയ്തെങ്കിൽ ദിവസവും 7 മണിക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ 1 വെച്ചിട്ടാണെങ്കിൽ 1 വെച്ച് ദിവസം 7 മണിക്ക് ചെയ്തോളുക. അങ്ങനെയാണ്. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയോ? നമ്മളൊരു യൂട്യൂബിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ പലരുടെയും വിചാരം നിസ്സാര ജോലി, അതാ രാവിലെ വന്നിരുന്ന് ഒരു ക്യാമറ എടുത്ത് മുന്നേ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്നു, അതോടെ തീർന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കൂടെയും എനിക്കിതിനകത്ത് എഡിറ്റ് ചെയ്യാനുണ്ടാവും. കാരണം ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് വരുമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് എഡിറ്റ് ചെയ്യാനുണ്ടാവും. ചിലതിനകത്ത് നമുക്ക് സബ്ടൈറ്റിൽ കൊടുക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളത് ഫയൽ സേവ് ചെയ്യണം, ഫയൽ അത് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്യണം, ഫയലിൻ്റെ നമുക്ക് തംബ്നെയിൽ ഉണ്ടാക്കണം, ആൾക്കാർ ശ്രദ്ധിക്കാൻ പാകത്തിന് തംബ്നെയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്രെയിനെ നമ്മൾ നന്നായി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ഇവരെ സംബന്ധിച്ച് കോണ്ടൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്ത് അടുത്ത ദിവസം ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കണം അവരെ എടുക്കേണ്ടത്, എങ്കിലേ ആൾക്കാർ കാണുകയുള്ളൂ. ഇതൊരു കമ്പനിയാണ്. നമ്മുടെ ചാനലിൻ്റെ റീച്ച് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മളൊരു സ്ഥാപനത്തിൽ നമ്മൾ കമ്മീഷൻ പ്രകാരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യും പോലെയാണ് യൂട്യൂബിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്തിടുന്നോ അതിനുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്നത് വെച്ചിട്ട് വീട്ടുകാരെ നോക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. വീട്ടിലോട്ടുള്ള വരുമാനം, ഒരു വരുമാനം പലർക്കും അതേ ഉണ്ടാവുള്ളൂ. കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് ഒരു സൈഡിൽ കൂടെ കൊണ്ട് നടക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു കമ്പനിയിൽ ജോലിയുണ്ട്, നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിൽ ഈ വയനാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം ലീവ് എടുത്തിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടവരുണ്ട്, ലൈക്ക് ഷോറൂമിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പം നിങ്ങൾക്ക് കമ്മീഷൻ ബേസ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളല്ലേ മനസ്സിൽ കരുതുന്നുണ്ടോ ഈ ഡിസാസ്റ്റർ ഉണ്ടായല്ലോ, ഇത്ര ഇപ്പോൾ 10 ദിവസമായാലും ഈ 10 ദിവസം സാലറി എനിക്ക് വേണ്ട നിങ്ങൾ വെക്കുന്നുണ്ടോ?
10 ദിവസം ഞാൻ എൻ്റെ ടാർഗറ്റ് എന്നപ്പോൾ അച്ചീവ് ചെയ്യുന്നില്ല നിങ്ങൾ വെക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതും കമ്മീഷൻ കിട്ടുക എന്നുള്ളതും നിങ്ങൾക്ക് സാലറി കിട്ടുക എന്നുള്ളതും ഒക്കെയാണ്. നിങ്ങളിപ്പോൾ ഈ 10 ദിവസം നിങ്ങൾ വയനാടിനെ ഓർത്തിട്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് 10 ദിവസം നിങ്ങൾ സാലറി കട്ട് ചെയ്യില്ലേ? അത് നിങ്ങൾക്ക് വിഷമമുള്ള കാര്യമല്ലേ? അത് നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ നിങ്ങൾ ദിവസവും നിങ്ങൾ ജോലിക്ക് പോവില്ലേ? വയനാടിനെ ഓർത്തിട്ട് അവിടെ ആരും ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും എന്തും ആകാം. ഇപ്പോൾ ഈ പറഞ്ഞ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവർ വയനാട്ടിൽ ഇങ്ങനെ സംഭവിച്ചും കാര്യങ്ങളും ഒരു മീൻ പിടിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. മീൻ വിൽക്കുന്നവർ മീൻ വിൽക്കാതിരിക്കുന്നുണ്ടോ? പേപ്പർ കൊടുക്കുന്നവർ പേപ്പർ കൊടുക്കാതിരിക്കുന്നുണ്ടോ? ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തുറന്നു വെക്കാതിരിക്കുന്നുണ്ടോ? പലചരക്ക് കടകൾ തുറന്നു വെക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം തുറന്നു വെക്കുന്നുണ്ട്. അവരവരുടെ ജോലി എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാർ അവരുടെ ജോലിയും ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജോലിയും ചെയ്തിട്ട് ഈ ഫോണും അവർക്കൊരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്തായിരിക്കും ഈ ഫോണും കുത്തിപ്പിടിച്ച് ഇൻസ്റ്റാഗ്രാമിലും കയറി ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനെ കുറ്റം പറയാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളെ ഉപദേശിക്കാനോ അല്ലെ പറയാനോ ഞാൻ ആരുമല്ല. പക്ഷേ എനിക്ക് മൈൻഡിൽ തോന്നുന്നൊരു കാര്യമാണ്, നമ്മുടെയൊക്കെ തലയുടെ മണ്ടേ വന്ന് മരണം നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വയനാട് നമുക്കൊരു സൂചന മാത്രമാണ്. ഈ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടും വഴക്കുണ്ടാക്കിയും ബഹളം വെച്ചുമൊക്കെ ജീവിച്ച് മതിയായില്ലേ? ഇനിയെങ്കിലും നമ്മൾ നിർത്തണ്ടേ? നമുക്ക് മരണം കഴിഞ്ഞാൽ നമുക്കൊരു ഉണ്ട് സ്വർഗം. ഞങ്ങളൊക്കെ സ്വർഗം എന്ന് പറയും. ഓരോ മതസ്ഥര് അവരവരതായ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ എത്തുക എന്നാ പറയാ. നന്മ ചെയ്താൽ സ്വർഗത്തിലെത്തും, തിന്മ ചെയ്താൽ നരകത്തിൽ പോകാന്ന് ഞങ്ങൾ പറയും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഈ നരകത്തിലൊക്കെ പോയി കടന്നാൽ മതിയോ? നമ്മുടെ മരണശേഷം നമ്മുടെ ഒരു ആത്മാവില്ലേ, അതിനോട് നമുക്കൊരു സത്യസന്ധത പുലർത്തണ്ടേ? ഇനിയും ഈ കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരുടെ അവനവൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരുന്നിട്ടാണ് മറ്റുള്ളവരുടെ കണ്ണിൽ കരടെടുക്കാൻ പോകുന്നതെന്ന് ഓർക്കണം. നമ്മൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൊബൈലെല്ലാം എടുത്ത് നമ്മൾ കണ്ടതെല്ലാം നമ്മൾ കണ്ട വീഡിയോസ് എല്ലാം കണ്ട് ആസ്വദിച്ചിരുന്നിട്ട് വേറെ ഒരാൾ വന്നിട്ട് അവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വർക്ക് ചെയ്യുന്നവർ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയണം. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇത് വെറുതെ അല്ല. ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബിൽ അതിനൊരു അൽഗോരിതം ഉണ്ട്. അതിൽ മോണിറ്റൈസേഷൻ, നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇപ്പോൾ ഇത് നോർത്തോണ്ട് ഒരാഴ്ച ചെയ്യാതിരുന്നാൽ നമ്മുടെ ചാനലിൽ തന്നെ ബാധിക്കും. സെർച്ച് ലിസ്റ്റിൽ നമ്മൾ ഡൗൺ ആയി പോകും. അങ്ങനെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തമില്ലേ? നമ്മളിതൊരു ഫുൾ ടൈം ജോബായിട്ട് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനോട് അവർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. എല്ലാവരും പൈസയ്ക്ക് വേണ്ടല്ലേ? നിങ്ങൾ ഫ്രീ ആയിട്ടൊന്നുമല്ലല്ലോ നിങ്ങളുടെ ജോലിയൊന്നും പോയി ചെയ്യുന്നത്. നിങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ഒരു വിഷമം ഓർത്തിട്ട് എന്നാൽ എനിക്ക് ഒരു സമയത്ത് സാലറി വേണ്ട നിങ്ങൾ വെക്കുന്നില്ലല്ലോ. നിങ്ങളുടെ സാലറി വാങ്ങിയിട്ട് തന്നെയല്ലേ? പക്ഷേ സോഷ്യൽ മീഡിയ ഉള്ളവർക്ക് അത് പാടില്ല എന്ന് മാത്രം ചിന്തിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ തലയ്ക്ക് മുമ്പ് മരണം വന്ന് നിൽക്കുകയാണ്. ഏത് സമയത്ത് എന്ത് സംഭവിക്കാം? ഏത് സമയത്ത് സംഭവിക്കാം? മുല്ലപ്പെരിയാർ അതാ പൊട്ടുവാന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നു. ഏത് സമയത്ത് പൊട്ടാന്ന് പറഞ്ഞിട്ട് 2-3 ജില്ലകൾ മാത്രമേ പോകുള്ളൂ എന്നാണ് വിചാരം. അതൊന്നുമല്ല. കേരളം മൊത്തത്തിൽ തീർന്നു കിട്ടും. നമ്മളെല്ലാവരും തീർന്നു കിട്ടും. മലയാളികൾക്കാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കുറ്റം പറയാൻ വേണ്ടി ഇത്രയും ഒരു താല്പര്യം ഞാൻ കണ്ടിട്ടുള്ളത്. മലയാളികളാണ് തീരാൻ പോകുന്നത് മൊത്തത്തിൽ. ഈ മുല്ലപ്പെരിയാർ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു 4 ജില്ല മാത്രമല്ല, ഈ പറഞ്ഞ സുനാമി വരുമെന്നാണല്ലോ ഓരോരുത്തർ പറയുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എയർ കംപ്ലീറ്റ് പൊല്യൂട്ടഡ് ആവും, അതുപോലെ വാട്ടർ പൊല്യൂട്ടഡ് ആവും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. എയർ പൊല്യൂട്ടഡ് ആയാൽ തന്നെ ഇന്ന സ്ഥലത്ത് മാത്രം എയർ കെട്ടി നിൽക്കുമോ, കാറ്റ് കെട്ടി നിൽക്കുമോ? ഇല്ല. ഒത്തിരി ആൾക്കാരുടെ മരണം സംഭവിക്കും. പലരെയും കിട്ടും. അന്ന് ഈ രക്ഷാപ്രവർത്തകരൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ രക്ഷാപ്രവർത്തകർ വരെ അതിൽ മരണപ്പെടാം. അപ്പോൾ ആര് വന്ന് രക്ഷിക്കും? അപ്പോൾ കിടക്കുന്ന ബോഡീസ് എല്ലാം അങ്ങനെ തന്നെ കിടക്കും. അവിടെ കിടന്ന് ഇഴുകി അപ്പം പിന്നെ പകർച്ചവ്യാധികൾ അതിന് ഇരട്ടിയാവും. അങ്ങനെ ഇതൊക്കെ ഓരോരുത്തർ പറയുന്നതാണല്ലോ, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ വീഡിയോ റസയിലോ ഞാനൊരു അഡ്വക്കേറ്റ് പേര് മറന്നുപോയി. സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വക്കീലുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ മുടങ്ങാതിരുന്ന് കാണും. കാരണം പറയുന്നതിലെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മളൊക്കെ അടുത്ത സെക്കൻഡിനെ കുറിച്ച് പോലും നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. ഏത് സമയത്തും നമുക്ക് മരണം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഉള്ള സമയം അവനവൻ്റെ കാര്യം നോക്കി നന്നായിട്ട് അങ്ങ് ജീവിച്ചാൽ പോലെ. എന്തിനാണ് ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ? അവരെന്തെങ്കിലും ചെയ്തെന്നോ? അവർ വീഡിയോസ് ഇനിയിപ്പം അവർക്ക് വേറെ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അവർ വീഡിയോ ചെയ്യുന്നോ? ചെയ്തെങ്കിൽ പോട്ടെ, അത് അവരുടെ കാര്യമല്ലേ. ഇനി നിങ്ങൾ ചിന്തിക്കാം, അത് നിങ്ങൾക്കുള്ള സംശയം ഞാൻ തീർത്തുതരാം. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് തന്നെ ഇവർ ഈ പറയുന്ന ഓരോ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ട്, ഞാൻ കണ്ടു ലിൻഡു റോണിയുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അവരൊരു ഓണത്തിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ട് ഒരു ഡാൻസ് വീഡിയോ ചെയ്തിട്ടാണ് അതിനകത്ത് വന്ന് കമൻറ്റ്സ്, അതിനകത്താണ് അതിൻ്റെ മുമ്പത്തിനകത്ത് ഏതൊരു ഡ്രസ്സിൻ്റെ അകത്താണ് വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അവർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ
ഈ ഓരോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കാര്യത്തിൽ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. നമുക്ക് ഈ ബ്രാൻഡ് കൊളാബ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ബ്രാൻഡ് കൊളാബ് എന്ന് പറയുമ്പം ഒരു ബ്രാൻഡ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു, നമുക്ക് അവർ പേയ്മെൻറ്റ് തരുന്നു, നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു എന്നല്ല. അതല്ല അവിടെ നടക്കുന്നത്. ചിലയിടത്ത് വേണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, ചില ബ്രാൻഡുകൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും അല്ലെങ്കിൽ എല്ലാ ബ്രാൻഡുകളും അവരുടേതായ ആ ഒരു കൊളാബറേഷൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് അവർ നമ്മളെ കൂടെ സൈൻ ചെയ്യിക്കും. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും. കാരണം ഇത് കൊളാബ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ, ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഈ കൊളാബിനിടയിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. അവർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത്. ചിലർ നമ്മളോട് ചോദിക്കും, ചിലർ അവരായിട്ട് തന്നെ നമ്മളോട് ഡേറ്റ് പറയും, ഇന്ന ദിവസം നിങ്ങളിത് ചെയ്യണം കേട്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഡെഡ് ലൈൻ അവർ നമുക്ക് തരും. ഈ ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ആ ഒരു ദിവസം അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ വീഡിയോ അന്നത്തെ ദിവസം അവിടെ ചെയ്തിരിക്കണം. അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെതിരെ അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. കാരണം ഒരു എഗ്രിമെൻ്റാണ് നമ്മളവിടെ തെറ്റിച്ചിരിക്കുന്നത്. നമ്മളോടായിരിക്കാം അവർ ചോദിക്കുന്നത് ഏത് ഡേറ്റ് പറ്റുന്നു. അപ്പം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെ അവരായിട്ടൊരു ഡേറ്റ് പറയുമ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് ഓക്കെ ആണെന്ന് അവർ ചോദിക്കും, നമ്മൾ ഓക്കെ ആണെന്ന് പറയുന്നു. നമ്മളപ്പോൾ വീഡിയോ ചെയ്യുകയാണ്. ആ ദിവസത്തേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് പേയ്മെൻറ്റ് തരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡ് പാർട്ടിയും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ദിവസം നമ്മുടെ അയൽവക്കത്തെ വീട്ടിലോ അല്ലെങ്കിൽ അപ്പുറത്തെ നാട്ടിലോ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവനോടെ ഉണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലെ നമ്മളുമായിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേ ദിവസം നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ ആൾക്കാരൊക്കെ ഈ ഡ്രസ്സിൻ്റെ വീഡിയോസും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ തന്നെ അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് മനസ്സുകൊണ്ട് അവർക്ക് വിഷമമില്ലാഞ്ഞിട്ടോ അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ചിലർ നമ്മൾക്ക് ഇങ്ങനെ ചില ആൾക്കാർ ചില ബ്രാൻഡുകാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് എന്താ പറയാമെന്നറിയാം നിങ്ങൾക്ക്. ചിലവരിങ്ങനെ പറയും, ഞങ്ങൾ പറയുന്നത് മാത്രമേ പറയാവുള്ളൂ, നിങ്ങളുടേതായിട്ടൊന്നും നിങ്ങളുടെ കൈ നിർത്തിയിടരുതെന്ന് പറയും. എന്നോട് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആര് കൂടുതലും ബേബി പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതിന് പ്രൊഡക്റ്റിന് വേണ്ടിയാണ് എന്നെ കോൺടാക്ട് ചെയ്യാറ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുമ്പം ഞാൻ ആദ്യം അവരോട് പറയും, ഞാൻ ആദ്യം ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസേ ഞാൻ പറയുള്ളൂ എന്ന് പറയുമ്പം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള മിക്കവരും അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മതി മാം, ഉപയോഗിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ മാത്രം മതി എന്ന് പറയും. എന്നാൽ ചുരുക്കം ചില ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാനിത് പറയുമ്പം അവർ പറയും അത് പറ്റില്ല, നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് പോസിറ്റീവായിട്ട് പറയാവുള്ളൂ, നിങ്ങൾ എന്ത് പറയണം എന്നുള്ളത് ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത് തരും, ഞങ്ങൾ സ്ക്രിപ്റ്റ് തരും നിങ്ങൾക്ക്, അത് നിങ്ങൾ പറയാവുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറയാം എനിക്ക് പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരും പോകാറുണ്ട്. അങ്ങനെ കുറേ ബ്രാൻഡുകാരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവർ പറയുന്ന രീതി പറയാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമുക്കൊരു വിശ്വാസ്യതയുണ്ട്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളുടെ പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ, പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്ത് പ്രൊഡക്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴും നമ്മളെ വിശ്വസിച്ചിട്ട് പല ആൾക്കാരും വാങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അത് അവരോട് പറയുമ്പം ചില കമ്പനിക്കാർക്ക് അത് പറ്റില്ല. ആത്മാർത്ഥതയുള്ള കമ്പനിക്കാരുണ്ട്, നിങ്ങൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് പറഞ്ഞോ കുഴപ്പമില്ല എന്നവർ തന്നെ പറയും. അങ്ങനെയുള്ള കൂടുതൽ കമ്പനിക്കാർ അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ ചിലരുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഒരു സമയത്ത് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടായിരുന്നേ. പ്രൊഡക്റ്റ് എന്താണെന്നുള്ള എന്തോ എണ്ണയോ വെള്ളമോ എന്തോ ക്രീമോ എന്തോ ഒരു സാധനം. അതായത് കുറച്ച് പെൺകുട്ടികൾ ബ്യൂട്ടി വ്ളോഗേഴ്സും അല്ലെങ്കിൽ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരൊക്കെ തന്നെ അവരിങ്ങനെ പറയുന്നവരെല്ലാം ആ ഒരു പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരേ ഡയലോഗ്, ഈ പറയുന്ന ആൾക്കാരെല്ലാം പല ആൾക്കാരായിരിക്കും എന്നെ റിവ്യൂ ചെയ്യുന്നത്, അവർക്കെല്ലാം ഒരേ ഡയലോഗ്. അപ്പോഴേ ഇത് കണ്ടപ്പോഴേ രണ്ടുപേരെ റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് സംഭവം അവർ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ആ ഒരു ബ്രാൻഡുകാർ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തു, അവരതുപോലെ തന്നെ പറയുന്നു എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ബ്രാൻഡുകാരുടെ വിലയാണ് അവിടെ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർ അവനവൻ്റെതായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനതിരെ ഭംഗിയുണ്ട്. ഇത് ഈ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുന്ന എല്ലാവരും ഒരേ ഡയലോഗ്. അതാ ഞാൻ പറഞ്ഞേ, ചിലർ സ്ക്രിപ്റ്റ് വരെ തരും. ഒരാൾ
ഒരു ബ്രാൻഡുകാരെന്ന് വെച്ചാൽ എനിക്ക് അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു മെൻ്റൽ പ്രഷർ നമുക്ക് ഈ ഒരു കൊളാബിലൂടെ നമുക്ക് വരുന്നുണ്ട്. കാരണം നമ്മൾ ഒരാളുമായിട്ട് അവർ നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ പറയുന്ന ക്യാപ്ഷൻസ് നമ്മൾ ഇടുക, സബ് ടൈറ്റിൽ കൊടുക്കുമ്പോൾ തന്നെ അവർ പറയുന്ന സബ് ടൈറ്റിൽ കൊടുക്കുക, എന്നിട്ട് അൺലിസ്റ്റ് ചെയ്ത് നമ്മൾ വീഡിയോസ് എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കട്ട് ചെയ്യേണ്ടതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് അതിനകത്ത് പിക്ചർ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് അൺലിസ്റ്റ് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കും. അൺലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിങ്ക് ഉള്ളവർക്ക് മാത്രം അത് കാണാൻ പറ്റും, പബ്ലിക്കിന് കാണാൻ പറ്റില്ല. അതായത് നമ്മൾ ഈ ലിങ്ക് ആർക്ക് അയച്ചു കൊടുക്കുന്ന അവർക്ക് മാത്രം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർ പറയും ഇന്ന ഭാഗത്ത് നിങ്ങൾ ഇന്നത് പറയരുത്, നിങ്ങൾ ഇന്നതും കൂടെ മാറ്റി പറഞ്ഞോളൂ എന്ന് പറയും. ഇത് എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറ്റില്ല, ഇനി കാരണം നമ്മൾ ഇനിയും പിന്നെ ഷൂട്ട് ചെയ്യാം. നമ്മൾ 10-20 മിനിറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ 2-3 മണിക്കൂറോ ഇരുന്നിട്ടായിരിക്കും നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കാണുന്നത്. നമ്മളൊരു കാര്യം പറയാൻ ചിലപ്പോൾ റെപ്പിറ്റേഷൻ വരും, അപ്പോൾ നമുക്ക് പിന്നെ മാറ്റി പറയാൻ തോന്നും. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞത് നമുക്ക് ചില സമയത്ത് വേറെ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വരും, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ റെഡി ആയിട്ടിരുന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് കുറേ സമയം എടുത്തിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അവർ വളരെ കൂളായിട്ട് വന്ന് പറയും ഇത് പറ്റില്ല കേട്ടോ, നിങ്ങൾ വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഞാൻ സൈൻ ചെയ്തു പോയി, അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. ഓക്കെ, അപ്പോൾ ചെയ്തതിന് ശേഷമാണ് ഇവരിതൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ ക്യാപ്ഷൻസ് ഇവർ പറയുന്നു, ടാഗുകൾ ഇവർ തന്നെ ചെയ്യുന്നു. നമ്മുടെ വീഡിയോസ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. പിന്നെ ആ ഒരു ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവരാണ് പിന്നെ അത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന സമയത്ത് ഈ ദിവസം നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അവർക്ക് അൺലിസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. അതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഞാനത് പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ബ്രാൻഡ് കൊളാബൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം എനിക്കിത് ചെയ്ത അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്, ആ ദിവസത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കണം. അതിനാണ് അവർ നമുക്ക് പേയ്മെൻറ്റ് തരുന്നത്. അതുകൊണ്ടാണ് അത് വയനാട്ടിൽ ഇപ്പോൾ ചിലപ്പോൾ ഈ ബ്രാൻഡുകാർ കേരളത്തിലുള്ള ബ്രാൻഡ് ആയിരിക്കില്ല, അവർ ചിലപ്പോൾ വേണമെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് അവർ മാനുഫാക്ചേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കാം. അവരെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു വയനാട് ജില്ലയിൽ ഉണ്ടായ ഒരു ഡിസാസ്റ്റർ അവരെ സംബന്ധിക്കുന്ന കാര്യമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതാണ്, ഇന്ന ദിവസം അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ റിവ്യൂ ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കാം എന്നുള്ളത്. അത് അവർക്ക് വേണം. കാരണം അവരെയും പറയാൻ പറ്റില്ല. അവരിങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിനെയും ഇങ്ങനെ അവർ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഈ ആഴ്ച ഇന്ന വ്യക്തി, അടുത്ത ആഴ്ച ഇന്ന വ്യക്തി എന്നുള്ള ലെവലായിരിക്കും അവരും പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരാഴ്ചത്തെ പ്രൊമോഷൻ അവിടെ മുടങ്ങി പോവാണ്. അത് ഇവർ സമ്മതിക്കുമോ? അവർ സമ്മതിക്കില്ല. അതിനുവേണ്ടിയാണ് ഈ എഗ്രിമെൻറ്റ് ചെയ്യുന്നത്. ശരിക്കും ഈ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ അവർ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. ഇത് നിസ്സാര പണിയല്ല. വെറുതെ വന്ന് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് പോകുന്ന പരിപാടിയല്ല അത്. നിങ്ങൾക്ക് ഓരോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മീൻ വിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ പേപ്പർ കൊടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കോ ആരും ആട്ടെ, ഏത് പ്രൊഫഷനും ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ച് ഒരു സമയമുണ്ട്. ചിലപ്പോൾ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയെന്നോ അല്ലെങ്കിൽ 9-10 മണി തൊട്ട് 5 മണി വരെയെന്നോ അങ്ങനെയൊക്കെ ഒരു സമയമുണ്ട്. എല്ലാ ജോബുകൾക്കും ഒരു സമയമുണ്ട്. പക്ഷേ യൂട്യൂബേഴ്സിൻ്റെ പണിക്ക് മാത്രം ഒരു സമയമില്ല. അവർ ഫുൾ ടൈം വർക്കാണ്. അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിച്ചാണ് അവരിക്കുന്നത്. കാരണം അവർക്ക് അടുത്ത ദിവസം ചെയ്യണമെങ്കിലും പിന്നെ ദിവസം ചെയ്യണമെങ്കിലും കോണ്ടൻസ് കിട്ടണം, എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറയണം. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഈസിയാണ് മറ്റവരെ അപേക്ഷിച്ചിട്ട്. അവർക്ക് ടോപ്പിക്കുകൾ തപ്പി നടക്കണ്ട. കാരണം അവരുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ വന്ന് അവർ കാണിച്ചിട്ട് പോകുന്നു. പക്ഷേ അതിനകത്തൊരു വലിയ പണിയുണ്ട്. എന്താണെന്നറിയാമോ? 24 hours ഒരു ക്യാമറ നമ്മുടെ പുറകെ നടക്കണം. നമുക്ക് ഒരാൾ വീഡിയോ എടുത്ത് തരാനുണ്ടെങ്കിൽ നമ്മുടെ പുറകെ ക്യാമറയും കൊണ്ട് ഒരാൾ നടക്കാനുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ജോബ്. പക്ഷേ അതില്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നമ്മൾ ഈ ക്യാമറ കൊണ്ട് പുറകെ നടക്കണം. ഞാൻ അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് അധികം ചെയ്യാത്തത്. കാരണം ഭയങ്കര പണിയാണ്. ഒത്തിരി വീഡിയോ ക്ലിപ്സ് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ പുറകെ ക്യാമറ കൊണ്ട് നടക്കും, നമ്മൾ ചെയ്യും. എന്നിട്ട് പിന്നെ അതേ നമ്മൾ എഡിറ്റ് ചെയ്യണം. ഏതൊക്കെ ഭാഗം എടുക്കണം, ഏതൊക്കെ ഭാഗം വെക്കണ്ട, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്തും ചെയ്യാനുണ്ട്. അതും ഈസി ജോബ് അല്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ടോപ്പിക്കുകൾ തപ്പി നടക്കണ്ട. കാരണം അവരുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ക്യാമറ കൊണ്ട് പുറകെ നടക്കലും എഡിറ്റ് ചെയ്യലും എല്ലാം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. തംബ്നെയിൽ ഉണ്ടാക്കണം, ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. തംബ്നെയിൽ ചുമ്മാ ഉണ്ടാക്കിയാൽ പോരാ. ആൾക്കാർക്ക് അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിന്, ആൾക്കാർ വന്നൊന്ന് ക്ലിക്ക് ചെയ്യാൻ പാകത്തിനുള്ള തംബ്നെയിൽസ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഭയങ്കര ഉത്തരവാദിത്തമല്ലേ? ഇപ്പോൾ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഞാൻ അവർ നമ്മളൊരു വീഡിയോ ഈ പറഞ്ഞ വീഡിയോ എടുക്കുന്നു, രാവിലെ ഏതൊരു സമയത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നു. ചിലപ്പോൾ വേണമെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ റീഷൂട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ഒരു സമയം ഫുള്ള് പോകും. നമ്മൾ ഭക്ഷണം പോലും കഴിക്കാണ്ട്, ഞാനൊക്കെ ഭക്ഷണം പോലും കഴിക്കാണ്ടാണ് ചില സമയത്ത് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് തീരട്ടെ എന്ന് ഓർത്തിട്ട്.
മൊത്തക്കാരൻ നമ്മളിന്ന് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുവാണ്, അതിനിടയിൽ ഭക്ഷണം കഴിക്കേണ്ട സമയമാകാം, എന്തും ആകാം, പക്ഷേ നമ്മൾ ഇറങ്ങൂല, തീരട്ടെ, എത്രയാണെങ്കിലും വേണ്ടില്ല തീരട്ടെ എന്നുള്ള ലെവലിരിക്കും. കാരണം പിന്നെ നമ്മൾ ഇതുപോലെ റെഡി ആയിട്ട് വന്ന് നിൽക്കണം. അങ്ങനെയൊക്കെ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ. അതുപോലെ എഫേർട്ട് ഇട്ടുന്ന ഓരോരുത്തരും ചെയ്യുന്നു, ഭക്ഷണം പോലും കഴിക്കാണ്ട് ചെയ്യുന്നു. ചിലർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവാം, ഇല്ലെന്നല്ല, പക്ഷെ കൂടുതൽ ആൾക്കാരും കറക്റ്റ് സമയത്തൊന്നും ആയിരിക്കില്ല യൂട്യൂബേഴ്സ് ഭക്ഷണം കഴിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ എഡിറ്റ് ചെയ്യണം, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം, ഈ എഡിറ്റ് ചെയ്ത സാധനം അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലോട്ട് പബ്ലിഷ് ചെയ്യണം, അതിന് പ്രോപ്പറായിട്ട് ക്യാപ്ഷൻ കണ്ടുപിടിക്കണം, ക്യാച്ചിങ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് വേണം, ക്യാപ്ഷൻ വേണം, ടാഗുകൾ നല്ലത് ആഡ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞാൽ തീർന്നു എന്നാണോ? തീർന്നിട്ടില്ല. പിന്നെ കമൻസ് ഉണ്ട്. നമ്മളെ കാണുന്ന ആൾക്കാരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിപ്പം ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒന്നിച്ച് വീഡിയോസ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ എത്ര പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾക്ക് നമ്മൾ റിപ്ലൈ കൊടുത്താലോ എന്ന് ആലോചിച്ച് നോക്കി. ഞാനൊക്കെ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നത് രാത്രിക്ക് ഇരുന്നിട്ടാണ്. ആ ഒരു സമയത്താണ് കൂടുതൽ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കാറ്. കാരണം നമുക്ക് പകൽ സമയമില്ല, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളുണ്ട്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുണ്ട്. പെൺകുട്ടികളെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ കാര്യം തീരെ നിസ്സാരമല്ല. അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം അവർ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം, വീട്ടിലെ കാര്യങ്ങളും കഞ്ഞിയും കറിയും എല്ലാം ഉണ്ടാക്കി എല്ലാം വെച്ചതിന് ശേഷം അടിച്ചു വാരി തുടയ്ക്കലും എല്ലാം ചെയ്തതിന് ശേഷം ഒരു ഫ്രഷ് മൈൻഡോട് കൂടി നമ്മൾ വന്നിരിക്കണം. ഈ ഫ്രഷ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല. നമ്മൾ ഓക്കെ ആയിരിക്കണം, മെൻ്റലി നമ്മൾ ഓക്കെ ആയിരിക്കണം. ഇത് നിങ്ങളുടെ മുമ്പിൽ ചിരിച്ച മുഖത്തോടുകൂടി വന്നിരിക്കാൻ നമുക്ക് പറ്റണം. ഇത് നിസ്സാര ജോബല്ല, ഒട്ടും നിസ്സാര ജോബല്ല. നല്ല ഹാർഡ് വർക്കിംഗ് ഉള്ള, അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഇതിൻ്റെ പുറകെ ഇരുന്നുകൊണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിതിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം ഇത്ര ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ബ്രാൻഡ് കൊളാബ് ഉണ്ട്, അത് ആ ഒരു സമയത്ത് ചെയ്തേ പറ്റൂ. ആർക്കും ഈ വയനാടിനെ ഓർത്ത് വിഷമമില്ലെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവരവരുടെ ജോബ്, ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും അവനവരുടെ ജോബ് ചെയ്യും. അതുപോലെ സോഷ്യൽ മീഡിയയിലൊരു അവരവരുടെ ജോലി ചെയ്യും. നിങ്ങൾ ഇവർ ഡാൻസ് വീഡിയോയും പാട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയി നോക്കിക്കോ, അവർ ആരെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ടാകും ഏതെങ്കിലും ബ്രാൻഡിനെ, വിച്ച് മീൻസ് കൊളാബറേഷനാണ്, ബ്രാൻഡ് കൊളാബാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ദിവസം വീഡിയോ ചെയ്ത് പബ്ലിഷ് ചെയ്ത് ചെയ്യാന്നുള്ളത്. കാരണം പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അവരെ കുറ്റം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ഈ യൂട്യൂബേഴ്സിനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് ഓർത്തിട്ട്. അല്ലെ, എന്ത് സംഭവം ഉണ്ടായാലും അവർക്കൊരു പ്രശ്നമില്ല, ഇന്ന സമയത്ത് വീഡിയോ ചെയ്യുന്നല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടേ ഇരിക്കില്ല. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തേക്കാം എന്നുള്ളത്. അതിനെ ഒന്നും നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ പറയുവാണ്, എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ മാനസികമായിട്ടൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പോൾ ചെയ്തിട്ട് അവർ സമ്മതിച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ അത്ര വലിയ മനസ്ഥിതി ഉള്ളവർ ചിലപ്പോൾ വേണേൽ സമ്മതിക്കും. കൂടുതൽ ആൾക്കാർ സമ്മതിക്കില്ല. അല്ല, ഞങ്ങളുടെ ഈ ആഴ്ചത്തെ പ്രൊമോഷൻ നിങ്ങളെ കൊണ്ടാണ് വേണ്ടതെന്നേ അവർ പറയുള്ളൂ. അവർ പേയ്മെൻറ്റ് തരുന്നതാണല്ലോ നമുക്ക് ഈ ഒരു വീക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ അറിയാം, നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. നമ്മൾ മലയാളികൾക്ക് എപ്പോഴുള്ള പ്രശ്നമാണ്, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ വെറുതെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു വീട്ടിലൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതിന് ചിലപ്പോൾ ഭാര്യനെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരിടും, ചിലപ്പോൾ ഭർത്താവിനെ പറഞ്ഞുകൊണ്ടിടും, കുറ്റം പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇടും. ചിലപ്പോൾ വേണമെങ്കിൽ വേറൊരു തേർഡ് പേഴ്സൺ ആയിരിക്കും അതിനകത്ത് പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. നമുക്കിതൊന്നും അറിയത്തില്ല, മറ്റുള്ളവരുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ വിമർശിക്കാൻ നമുക്കൊരു മടിയുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ യൂട്യൂബേഴ്സിനെ പറ്റി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരെ പറ്റി നിങ്ങളുടെ തെറ്റായ ധാരണ മാറട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. ആരും അത്ര മനക്കെട്ടിയുള്ളവരൊന്നും ആയിരിക്കില്ല. എല്ലാവരും അവനവൻ്റെ ജോബ് കൃത്യമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്ന കമ്പനിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരും. യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, അവിടുത്തെ സ്റ്റാഫാണ്. അവിടെ നിന്നാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. നമുക്ക് പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ളവർ തന്നെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. വേറെ ആരും വന്ന് ചെയ്യാൻ നടക്കൂല, നമ്മൾ തന്നെ ചെയ്യണം. എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല, എന്നാലും ഞാനടക്കമുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയത്തില്ലല്ലോ, അറിയത്തില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടേണ്ട, മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നത്. ഇനിയും നിങ്ങൾക്ക് പറയാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളോട് എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഒരു പെൺകുട്ടി അവളുടെ ഡ്രസ്സ് ഓൺലൈൻ അവളുടെ പേജിൽ അവൾ സെയിൽ ചെയ്യുന്ന ആ ഒരു
ഡ്രസ്സ് നമ്മളെ വന്ന് കാണിച്ചു തരുന്നതിനും താഴെയും കൂടെ വന്ന് കമൻറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നത്. ആ പെൺകുട്ടി അവളുടെ ജോലിയാണ്, ആ വ്യക്തി അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഓൺലൈൻ പേജ് നടത്തുന്നവർ, ഓൺലൈൻ ഷോപ്പ് നടത്തുന്നവർക്ക് അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണ്ടേ? അവർ സ്റ്റോക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് സെയിൽ ചെയ്യണ്ടേ? വയനാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് കരുതിക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും മറന്നു, വയനാട്ടിനെ മറന്നു. ഇനി അടുത്ത വേറെ എവിടെയെങ്കിലും ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും വയനാട്ടിനെ പൂർണ്ണമായിട്ട് എല്ലാവരും വിടും. ഒത്തിരി പകർച്ചവ്യാധികൾ നമുക്കിടയിലും സംഭവിക്കുന്നുണ്ട്. പല പല കാരണങ്ങളാൽ വായു മലിനീകരിക്കപ്പെടുന്നു, വെള്ളം മലിനീകരിക്കപ്പെടുന്നു, ഒത്തിരി ഉണ്ട്. നമ്മൾ ആരും സേഫ് ഒന്നുമല്ല. നമ്മളൊക്കെ ഏത് സമയത്ത് നമ്മൾ മരിച്ചു പോവാം, ഏത് സെക്കൻഡിൽ നമുക്ക് എന്ത് വേണേൽ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയാതെ മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞ് ജീവിക്കാണ്ട് അവനവൻ്റെ കാര്യം നോക്കി അവനവൻ്റെ വീട്ടിലുള്ളവരെ സന്തോഷിപ്പിച്ച് ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും പറഞ്ഞു തരാൻ ഞാൻ വലിയ ആളുമല്ല, പക്ഷേ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ ബൈ.